എന്താണ് അഡിക്ഷൻ എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തത കിട്ടുന്നുള്ളൂ. ഞാനൊരു സാധനം യൂസ് ചെയ്യുന്ന ഒരു ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബുക്സ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഒരു ആക്ടിവിറ്റി എൻ്റെ ഫങ്ഷനിങ്ങിനെ അഫക്റ്റായി തുടങ്ങുമ്പോൾ, എൻ്റെ വൈകാരികമായിട്ടുള്ള ഫങ്ഷനിങ് ആയിരിക്കും, എൻ്റെ ഭൗതികപരമായിട്ടുള്ള ഫങ്ഷനിങ് ആയിരിക്കാം, എല്ലാ തലത്തിലുമുള്ള ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ആകുമ്പോൾ മാത്രമേ നമുക്ക് അതിന് അഡിക്ഷൻ എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. ഓവർ യൂസും അഡിക്ഷനും തമ്മിലും ഡിഫറൻസ് ഉണ്ട്. അത് പലർക്കും മനസ്സിലാവുന്നില്ല. കുട്ടികൾ അധികവും ഓവർ യൂസ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ നമ്മളതിനെ എൻ്റെ മോനൊരു ഇന്ന് 5 മണിക്കൂർ ടി വി കണ്ടു, 5 മണിക്കൂർ അവൻ ടി വിക്ക് അഡിക്റ്റഡായി, അങ്ങനെ പറയരുത്. ആക്ച്വലി ഇന്ന് ചിലപ്പോൾ 5 മണിക്കൂർ ടി വി കാണുന്ന ഒരു കുട്ടി ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും കാണുന്നത്. ഓവർ യൂസ്ഡ് ആയിരിക്കാം, പക്ഷെ അഡിക്റ്റഡ് ആകണമെന്നില്ല. പക്ഷേ കൺസേൺഡ് ആകേണ്ട സമയത്ത് എവിടെയാണ് കൺസേൺ എന്നുള്ളത് വി ഹാവ് ടു നോ. ഇതാണ്. സോ ഓൺലി തിങ് ഈസ് എങ്ങനെയാണ് അഡിക്റ്റഡ് ആവുന്നതെന്ന് ഡിഫറെൻറ്റ് ലെവലുണ്ട്. പക്ഷേ ഡിഫറൻസ് ഇപ്പം ഞാൻ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഓവർ യൂസും അഡിക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ പകുതി സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും.